രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയുടെ കൂടെ ഇന്ന് കറി ഉണക്ക ഗ്രീൻ പീസും അതിൻ്റെ കൂടെ ഈ വെള്ള വട്ടാണയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇന്നലെ രാത്രിയിൽ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ഇന്ന് രാവിലെ കുക്കർ വേവിച്ചതിന് ശേഷം അത് അതെന്ന് പറയുന്നത് നമ്മൾ ആ വെള്ള വട്ടാണയും കൂടെ ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പം ഞാൻ ഈ തിക്നെസ്സിലാണ് എടുത്തത്. എന്നിട്ട് എനിക്ക് ഇപ്പോൾ ഇത്രയും വേണ്ട, ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റും. എനിക്ക് നാളെ പിന്നെ ഒരു പ്രാവശ്യം എപ്പോഴേലും പൂരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിക്കായിട്ടുള്ള കറി വേണം. അപ്പോൾ കടുക് വറുത്ത് ചേർത്തതിന് ശേഷം പൂരിക്ക് വേണ്ടി ഞാൻ ഇതിൽ നിന്നുള്ളത് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ദോശയ്ക്ക് വേണ്ടി ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കും. അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് ഇങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കുന്നത് ലൂസാക്കാതെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ചായയൊക്കെ റെഡിയായി. അപ്പം ചായയൊക്കെ കുടിക്കേണ്ടവർക്ക് ചായയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നീട് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകി വെക്കുക. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ടിഫിന് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയുടെ കഴിക്കാനൊരു 2 മുട്ട പൊട്ടിച്ചിങ്ങനെ ഒഴിച്ചിട്ട് ഒന്നും ചേർത്തില്ല, പ്ലെയിനായിട്ട് ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. അതിങ്ങനെ പാനിൽ ഒഴിച്ചിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇച്ചിരി അകത്തോട്ടാക്കുന്നുണ്ടെങ്കിൽ ആ ബാക്കി ലിക്വിഡ് ഇങ്ങനെ ഒഴുകി അങ്ങോട്ടങ്ങ് പോകും. അങ്ങനെ പല പ്രാവശ്യം അങ്ങനെ ഓരോ സൈഡിൽ നിന്നും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ എന്നിട്ട് എല്ലാം ഡ്രൈ ആയിട്ട് വന്ന ഉടനെ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചൊടിച്ച് പീസാക്കി എടുക്കുന്നുണ്ട്. അപ്പം ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം തോരൻ വെക്കുന്നത് ബീൻസ് തോരൻ. അപ്പോൾ ബീൻസൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞ് ഇതെന്ന് പറയുന്നത് നിറയിച്ചാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി ഒരു കൂട്ടുകാരൻ കൊടുത്തത് ഈ മൈക്രോഗ്രീൻ സ്പ്രൗട്ട്. ഇത് ആക്ച്വലി അവർ കൊടുത്തത് സാലഡിൻ്റെ അകത്തിട്ട് കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു അത്ര സാലഡ് ഒന്നും ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തോരൻ വെക്കാൻ നേരം അതിൻ്റെ അകത്തിട്ടങ്ങ് കളയാതെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഈ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഈ ബീൻസിൻ്റെ അകത്തിട്ട് ഞെവിടിയിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് ഇട്ടിട്ട് അതൊന്ന് മുക്കാലും വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഞാൻ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചു. നമ്മുടെ തോരന് ഇവിടിപ്പം റെഡി ആയിട്ടുണ്ട്. കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ എടുത്ത് ബോയിൽ ചെയ്തിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇതാണ് കഴിക്കുന്നത്. ഇതും പിന്നെ ഉപ്പുനീരുണ്ടാക്കി. ഉപ്പുനീരെന്ന് പറഞ്ഞാൽ ഇത്തിരി ഉപ്പെടുത്ത് അതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ സവാളയും പച്ചമുളകും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച്, ഇത് സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.